അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖു ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ല തഖീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. ആണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം മെറാജിലെ ഒരുപാട് മഹാത്ഭുതങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാം. അതിൽപ്പെട്ട ഒരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെറാജിൻ്റെ രാത്രിയിൽ കണ്ട ഒരു വലിയ ഒരു സംഭവം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിശദീകരിച്ചു തരികയാണ്. ഇത് ഇബ്നു മാജ രേഖപ്പെടുത്തുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നെ ഇസ്രാ നടത്തപ്പെട്ട ആ മിറാജിൻ്റെ ആ രാവിൽ ഞാൻ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടു. ആ ആളുകളുടെ അവരുടെ കാര്യം ബുത്തൂനുഹും, അവരുടെ വയറുകൾക്കൽ ബുയൂത്ത്, വീടുകളെ പോലെയാണ്. വീടുകളെപ്പോലെ വലിയ ഉയർന്നു നിൽക്കുന്ന വയറുകൾ, വലിയ ഉടവയർ എന്ന് നമ്മൾ പറയാറില്ലേ, അത് വലിയ അവരുടെ വയറുകൾ വലുതായി വീടുകളെ പോലെ ആയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മാത്രമല്ല ഫീഹൽ ഹയ്യാത്ത്, അവരുടെ വയറിൻ്റെ ഉള്ളിൽ വലിയ പാമ്പുകളുണ്ട്. മാത്രമല്ല ആ പാമ്പുകൾ ഇങ്ങനെ പുറത്തു വരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ വലിയ ഒരു ദുരന്തം, വലിയൊരു ശിക്ഷ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഹൗലാ യാ ജിബ്രീൽ, ആരാണ് ഈ കൂട്ടം ആളുകൾ? ഈ കൂട്ടം ആളുകൾ എന്ത് ചെയ്തതിൻ്റെ പേരിലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ആഖിലത്തു റിബാ, അവർ പലിശ തിന്നവരാണ്. പലിശ ഭക്ഷിച്ചത് കൊണ്ടാണ് അവർ അല്ലാഹു തആല അങ്ങനെ ശിക്ഷിക്കാൻ കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാഴ്ച അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് പറയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ ഉമ്മത്തികളെ, നിങ്ങൾ പലിശയുമായി അടുക്കരുത്, പലിശ നിങ്ങൾ വാങ്ങരുത്, കൊടുക്കരുത്, പലിശയെ നിങ്ങൾ സഹായിക്കരുത്, പലിശയ്ക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ? ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറ, അള്ളാഹിൻ്റെ റസൂൽ ഷാഹിദാൻ വ മുബശ്ശിറ, അള്ളാഹിൻ്റെ റസൂൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. നദീറ, അള്ളാഹിൻ്റെ റസൂല് മുന്നറിയിപ്പ് നൽകുന്നവനാണ്. അപ്പം പരലോകത്ത് ആ നടക്കാൻ പോകുന്ന ശിക്ഷ അള്ളാഹുവിൻ്റെ റസൂല് കാണുകയും അത് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. കാരണം എന്തുകൊണ്ട്? ഇതിനു വേണ്ടി തന്നെ ആ നബിതങ്ങളെ അള്ളാഹു താല ഇസ്രായിൻ്റെയും മെറാജിൻ്റെയും രാത്രിയിൽ നബിതങ്ങളുടെ ശരീരത്തെ കൊണ്ട് തന്നെ അള്ളാഹു താല ആ ഒരു വലിയ ഒരു യാത്ര നടത്തിയത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു അസ്-സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രായിൻ്റെ 1-ാമത്തെ ആയത്തിൽ അവിടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്തിനാണ് ഈ യാത്ര? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അങ്ങക്ക് നാം കാണിച്ചു തരുന്നതിന് വേണ്ടി, അങ്ങക്കത് നേരിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അത് കൃത്യമായി മനസ്സിലാക്കി നബിയെ അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം എന്നതിന് വേണ്ടി കൂടിയാണ്
യാത്ര നാം സംഘടിപ്പിച്ചത് എന്ന് അല്ലാഹു തആല പറയുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു ശിക്ഷയും ഇത്രമാത്രം വലിയ ഒരു പ്രയാസമേറിയ ഈ ഒരു ശിക്ഷ ലഭിക്കാനുള്ള കാരണം ആ കൂട്ടം ആളുകൾ ദുന്യാവിൽ ചെയ്ത തെറ്റ്, അവർ പലിശ വാങ്ങി പലിശ തിന്നു എന്നുള്ളതാണ്. പലിശ തിന്ന് സുഖലോലുപന്മാരായി ജീവിച്ചു. പക്ഷേ പരലോകത്ത് ചെന്നപ്പോൾ അവർക്കുള്ള ശിക്ഷ ഇതാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കുറഞ്ഞ കാലമാണ് ദുന്യാവ്. ആ ദുന്യാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി, ദുന്യാവിൻ്റെ ലാഭത്തിന് വേണ്ടി പലിശ കൊടുക്കുകയോ വാങ്ങുകയോ അതിന് സാക്ഷി പറയുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ശിക്ഷകളാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, പലിശയുമായി ഒരു തരത്തിലുള്ള ബന്ധം മുസൽമാന് പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇസ്ലാം, വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കണ്ട ഈ കാഴ്ചയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറയിൽ, അല്ലദീന യഖൂലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു അശ്ശൈത്വാനു മിനൽ മസ് ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പലിശയെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത ഒരു ജനത അല്ലെങ്കിൽ ലോകം അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികൾ മുതൽ സർക്കാരുകൾ വരെ ഇന്ന് വലിയ പലിശയുടെ കെണിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ തുക പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, ആക്കിലെ റിബ, പലിശ തിന്നുന്നവനെ, വമുക്കിലോ, പലിശ തീറ്റുന്നവനെ, വകാതിബു, പലിശ എഴുതുന്നവനെ, വശാഹിദ, പലിശക്ക് സാക്ഷി പറയുന്നവനെ. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മിഅറാജ് തൊട്ട് ഇന്നലെയാണ് നമുക്ക് കഴിഞ്ഞത്. ഇസ്രാ മിഅറാജിൻ്റെ രാവ് ഇന്നലെ ആയിരുന്നു, 27-ാം രാവ്. ഇതിൻ്റെ പകൽ ഇന്നലെ ആയിരുന്നു. ഈ ഇസ്രാവും മിഅറാജും ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്, അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടെ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു അങ്ങനത്തെ തെറ്റുകളിൽ നിന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്യണമെന്നറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.